ഹായ് ഗൈസ്, എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നു. അപ്പം ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഞാനിപ്പോൾ ഈടെയായിട്ട് എല്ലാം കുറച്ച് വെറൈറ്റി റെസിപ്പീസൊക്കെ അല്ലേ ഇങ്ങോട്ട് നിങ്ങളുടെ മുന്നോട്ട് എത്തിക്കുന്നത്. എന്തായിരുന്നു ദാൽ കിച്ചടി. അത്രയ്ക്ക് വെറൈറ്റി ഒന്നും ഇല്ല, എല്ലാവരും ഉണ്ടാക്കുക. നമ്മുടെ കേരളത്തിൽ നമ്മളങ്ങനെ കേരള ക്യുസൈൻ അല്ലല്ലോ. അതുപോലെ ടൊമാറ്റോ പച്ചടി. അപ്പം ഇവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ അപ്രീസിയേഷൻ കിട്ടിയത് ടൊമാറ്റോ പച്ചടിയാണ്. പച്ചടിയല്ല, പച്ചടി. അത് എനിക്ക് നല്ല അപ്രീസിയേഷൻ കിട്ടിയ സാധനമാണ്. ഞാൻ ഉണ്ടാക്കിയ പാത്രം വരെ നല്ല തുടച്ചും പഠിച്ചും ക്ലീനാക്കി എടുത്തു. അപ്പം അങ്ങനെ നല്ല അപ്രീസിയേഷൻ കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് കൂടുതൽ കൂടുതൽ ചെയ്യാനുണ്ട്, റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പം നമുക്ക് ഇന്ന് ഞാൻ നെല്ലിക്ക വെച്ചിട്ട് ഒരു ഐറ്റമാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ എന്നെ ധാരാളം എൻകറേജ് ചെയ്തിരുന്ന ഒരു സാധനമാണ് ഈ നെല്ലിക്ക കഴിക്കാനായിട്ട്. പക്ഷെ എനിക്ക് നെല്ലിക്ക അച്ചാറ് മാത്രം കഴിക്കാനായിട്ടാണ്, ഇതിൻ്റെ ലൈറ്റിൻ്റെ അച്ചാറ് മാത്രം കഴിക്കാൻ എനിക്ക് താല്പര്യമുള്ളൂ. എപ്പോഴും ഞാൻ എൻ്റെ നെല്ലിക്ക അമ്മ ജ്യൂസൊക്കെ അടിക്കുമ്പോഴും പിന്നെ ഞങ്ങൾ മൈസൂർ വെച്ച് നെല്ലിക്ക ഈ മല്ലിയില, ഇഞ്ചി, പിന്നെ എന്തോ സ്പെഷ്യൽ ഒരു മസാലപ്പൊടിയൊക്കെ ഇട്ട് അവരൊരു ജ്യൂസ് തരുമായിരുന്നു. അതിന് നല്ല ടേസ്റ്റ് ആയിരുന്നു. അത് എനിക്കിഷ്ടമായിരുന്നു. അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല, അതവർ പ്രിപ്പയർ ചെയ്ത് തരുന്നതായിരുന്നു. പിന്നെ ഞങ്ങൾ എവിടെയോ ഞാൻ സയന്റിസ്റ്റ് CR രാജു സാറിനെ കാണാൻ പോയപ്പോൾ അവരുടെ വീട്ടിൽ നെല്ലിക്ക ഈ ശർക്കരയൊക്കെ ഇട്ട് എന്തോ നല്ലൊരു ഡ്രിങ്ക്, ഇഞ്ചിയൊക്കെ ഇട്ട്, അത് നെല്ലിക്കയാണെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും നമുക്ക് പറ്റിയിട്ടില്ല. അത്രയ്ക്ക് ടേസ്റ്റ് ഉള്ള ഒരു സാധനം അവർ കുടിക്കാൻ തന്നു. അതിനെല്ലാം ശേഷം ഞാൻ നെല്ലിക്ക എപ്പോഴും ഇങ്ങനെ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു ഐറ്റമാണ്. പക്ഷെ വിറ്റമിൻ C ആയിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ്. എന്നാൽ പിന്നെ നാരങ്ങ വിറ്റമിൻ C അല്ലേന്ന് തോന്നും. ഞാൻ നാരങ്ങ ഒത്തിരി യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. പിന്നെ എനിക്ക് കുറച്ച് അസിഡിറ്റിയുടെ പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ നാരങ്ങ ഒന്നും അങ്ങോട്ട് മാറ്റി. അതെന്ന് വെച്ചാൽ ഞാൻ ഈ സോഡ അടിച്ച് നാരങ്ങ കുടിച്ച് കിട്ടിയൊരു പ്രശ്നമാണ്. അങ്ങനെ നാരങ്ങയെ തന്നെ ഞാൻ കുറച്ചൊന്ന് മാറ്റി നിർത്തിയപ്പോൾ ഇനിയിപ്പം വിറ്റമിൻ C റിച്ച് നമ്മൾ നോക്കുമ്പോൾ നെല്ലിക്കയാണ്. സോ നമുക്ക് നെല്ലിക്കയെ പിടിക്കാം എന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയാണ്. അപ്പം ഞാനിപ്പം പുതിയതായിട്ടൊരു ഐറ്റം ട്രൈ ചെയ്യാനായിട്ട് ഇരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോ ആദ്യം നമുക്ക് ഈ ഒരു 5 നെല്ലിക്ക ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. നമുക്കത് ആവി കയറ്റിയാലും മതി. അപ്പം ഞാൻ ഈ ഉപയോഗിക്കുന്ന വെള്ളം കൂടെ ഞാൻ കറി ഉണ്ടാക്കാൻ വേണ്ടി, നമ്മളിപ്പോൾ ഒരു കറി ഉണ്ടാക്കാൻ പോകുന്നത്, ആ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യാണ്. അപ്പോൾ 5 നെല്ലിക്ക ഒന്ന് വേവിച്ചെടുക്കുക, അതാണ് ആദ്യത്തെ ചടങ്ങ്. സോ നെല്ലിക്ക പ്രിപ്പയർ ആവുന്ന ആ ടൈം കൊണ്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ ചെറിയ ഉള്ളി ഓപ്ഷണലാണ്. ഇഞ്ചി വെളുത്തുള്ളി മാത്രം ഇട്ടാൽ മതി. പക്ഷേ എനിക്കൊരു സമാധാനത്തിന് ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ എടുക്കുകയാണ്. പിന്നെ നമുക്ക് ചെറുപയർ പരിപ്പ് നമുക്ക് വെള്ളത്തിലിടാം. അപ്പം ഇത്രയും കാര്യങ്ങൾ ഒന്ന് ചെയ്യാം. മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഞാൻ കല്ലുപ്പാണ് ഇടുന്നത്. പിന്നെ ശകലം സാമ്പാർ പൊടി ഓപ്ഷണലാണ്. സാമ്പാർ പൊടി ഇടേണ്ട ആവശ്യമില്ല, ഞാൻ സാമ്പാർ പൊടിയും ഇട്ടിട്ടുണ്ട്. അപ്പം ഇനി ഇത് കഴിഞ്ഞിട്ട് ഞാൻ മറ്റേ ചെറുപയർ പരിപ്പും നെല്ലിക്കയും പിന്നെ ഒരു കഷ്ണം ശർക്കര, ഇത്രയും ശർക്കരയും കൂടി ഇട്ട് ഇതിനെ കൂവിക്കാൻ പോവാണ്. അപ്പൊ കായപ്പൊടിയും കൂടെ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കുരു കളഞ്ഞ നെല്ലിക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നെല്ലിക്ക വേവിച്ച വെള്ളം അതും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് കൂടുതൽ വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഞാൻ ഇതിങ്ങനെ വേവിക്കാനായിട്ട് വെക്കുകയാണ്, ഇതെല്ലാം കൂടി ചേർന്നിട്ട് കേട്ടോ. പിന്നെ മല്ലിയിലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശർക്കരയൊക്കെ തീർത്തും ഓപ്ഷണലാണ്. സാമ്പാർ പൊടി ഞാൻ ഇട്ടത് ഓപ്ഷണലാണ്. അപ്പം ഇത് ഞാൻ എന്റേതായിട്ടുള്ള കുറച്ച് ഇംപ്രവൈസേഷൻ, ഇതിനകത്ത് എക്സ്ട്രാ ഇൻഗ്രീഡിയന്റ് വന്നത് സാമ്പാർ പൊടിയും പിന്നെ ശർക്കരയാണ്. അത് എന്റെ ഒരു ഇംപ്രവൈസേഷൻ കൊണ്ടുവന്നതാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ളതുപോലെ ഇട്ടാൽ മതി. അപ്പം ഇത്രയും ചെയ്യാണ്. പിന്നെ ഇതിനകത്ത് വേണമെങ്കിൽ ഒരു കഷ്ണം കുടംപുളിയും കൂടി ഇടാമെന്ന് എനിക്കിപ്പോ തോന്നുന്നു. അതും ഈ പറഞ്ഞ പോലെ ഈ കറിയിലുള്ള സാധനമല്ല. അപ്പം ഞാനിതുപോലെ മിക്കവാറും എന്റേതായിട്ടുള്ള കുറച്ച് ഇംപ്രവൈസേഷൻ നടത്തിയിട്ടാണ് എപ്പോഴും കുക്കിംഗ് ചെയ്യാറുള്ളത്. നല്ലതാവാറേ ഉള്ളൂ കേട്ടോ, മോസ്റ്റ് ഓഫ് ദ ടൈം. അപ്പൊ എന്തായാലും ഇത് ഞാൻ വേവിക്കാൻ വെക്കാണ്. തക്കാലം ഞാൻ കുടംപുളി ഇട്ടിട്ടില്ല, നോക്കാം. സോ ദിസ് ഇസ് അവർ അംല പാപ്പു എന്നാണ് ഈ കറിയുടെ പേര്. അപ്പം
അപ്പം നിങ്ങൾ ഈ അമല പാപ്പു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് പറയാം. ഞാനിപ്പോൾ ടേസ്റ്റ് നോക്കി അത്രയ്ക്ക് സൂപ്പർ എന്നൊന്നും പറയാൻ തോന്നിയില്ല. ഓക്കെ ഓക്കെ, മോശമായിട്ടും തോന്നിയില്ല കേട്ടോ. നെല്ലിക്കയുടെ കയ്പൊന്നും എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പം എന്നാലും നിങ്ങളും ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായോ ഇല്ലയോ എന്ന് പറയാം. നമുക്ക് മറ്റൊരു എപ്പിസോഡുമായി കാണാം. അതുവരെ നന്ദി, നമസ്കാരം.